ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലായ വൈബ് ആൻഡ് സ്പൈസിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു ഓംപ്ലേറ്റ് ആണ്. അതും വ്യത്യസ്ത രീതിയിലൊരു ഓണിയൻ ഓംപ്ലേറ്റ് ആണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇനി ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായി ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, ക്യാപ്സിക്കം കട്ട് ചെയ്തത്, ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇത്രയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ സവാള ഇങ്ങനെ റിങ്ങായിട്ട് കട്ട് ചെയ്തത്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ 2 മുട്ടയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള മുഴുവനും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ആപ്പിൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനാണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പ് വെച്ച് ചൂടാക്കാം. നമ്മുടെ പാനൊക്കെ നന്നായി ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ പാനൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ ഓയിലൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച് സവാള മൊത്തം വെച്ച് കൊടുക്കാവേ. അപ്പോൾ ഞാൻ സവാളയൊക്കെ മുഴുവൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് ഓരോന്നിലായിട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ഒരു 2 സെക്കൻഡ് ഇതൊന്ന് വേകട്ടെ. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവനും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഞാൻ ഇനി ഓരോന്നായിട്ട് കോരി എടുക്കുവാണ്. അപ്പം നമ്മുടെ ഓംപ്ലേറ്റ് എല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവരോടും ടാറ്റ, ബൈ ബൈ.